വിൻ്റർ കഴിയാനായി. മഞ്ഞുരുകി റോഡൊക്കെ ബൈക്കിന് ഓടാൻ പാകപ്പെട്ടിട്ടുണ്ട്. നമ്മളേതായാലും ഒരു ബൈക്കും റെൻറ്റിനെടുത്ത് ലേ ലഡാക്ക് പോകുന്ന വഴിയിലെ സോന മാർഗ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ സ്ഥലം വരെ നമ്മൾ പോവില്ല, ആ റൂട്ടിൽ നമ്മൾ പോയി സൺസെറ്റോട് അടുക്കുമ്പോൾ തിരിച്ചു വരാനാണ് പ്ലാന്. ആ വഴിയിലെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. വെൽക്കം ടു ഫോട്ടോ ചാനൽ. കശ്മീരിലെ സിറ്റി മാളാണ് ഈ കാണുന്നത്. സിറ്റി മാളിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങിൽ തന്നെയാണ് എൻ്റെ സുഹൃത്തിൻ്റെ ബൈക്ക് റെൻ്റൽ ഷോപ്പുള്ളത്. കശ്മീർ ട്രാവലോഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു റെൻ്റൽ ഷോപ്പിൻ്റെ പേര്. എനിക്ക് തോന്നുന്നത് അതായിരിക്കും മിക്കവാറും ഞാൻ എടുക്കുന്ന വണ്ടി. ഞാൻ ആദ്യമായിട്ട് കശ്മീർ വരുമ്പോഴാണ് ഫൈസൽ ഭായിനെ പരിചയപ്പെടുന്നത്. അന്ന് ഞാൻ മൂപ്പര കയ്യിൽ നിന്നൊരു ഹിമാലയൻ റെന്റിന് എടുത്തിരുന്നു. അങ്ങനെ ഞാനത് തിരിച്ചേൽപ്പിക്കാൻ അല്പം നേരം വൈകി. എന്നാലും മൂപ്പര അതിന് എക്സ്ട്രാ ഒന്നും ചാർജ് ചെയ്തില്ല. സാധാരണ എൻ്റെ യാത്രാ അനുഭവത്തിൽ അതെനിക്കൊരു പുതിയ കാര്യമായിരുന്നു. ഇതിനു മുമ്പൊക്കെ പല സ്ഥലത്തൊന്നും ബൈക്ക് റെന്റിന് എടുത്തിട്ട് ഡിലേ ആവുകയാണെങ്കിൽ അവർ അതിനെന്തെങ്കിലും എക്സ്ട്രാ ചാർജ് ചെയ്യാറുണ്ട്. ഏതായാലും ആ ഒരു പരിചയം വെച്ചിട്ടാണ് ഞങ്ങൾ പിന്നീട് സുഹൃത്തുക്കളായത്. പിന്നെ കശ്മീർ വരുമ്പോഴൊക്കെ ബൈക്ക് എടുക്കാനില്ലെങ്കിലും ഞങ്ങളൊന്ന് മീറ്റ് ചെയ്യാറുണ്ട്. കശ്മീരിൽ വരുന്ന ആളുകൾക്ക് ബൈക്ക് റെന്റിനെടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഫൈസൽ ഭായിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഏതായാലും നമുക്ക് പോകാനുള്ള വണ്ടി റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ബൈക്ക് കൊടുത്തിട്ട് പോകാൻ പോകുന്നത് സോൻമാർഗ് എന്ന് പറഞ്ഞ ആ ഒരു റൂട്ടിലാണ്. റൂട്ട് എന്ന് ഞാൻ പറയാൻ കാരണം സോൻമാർഗ് ഒരു സ്ഥലമാണ്, പക്ഷെ നമ്മൾ ഇന്ന് സോൻമാർഗ് വരെ പോവില്ല. ഇവിടുന്ന് ഏകദേശം 80 കിലോമീറ്റർ ദൂരമാണ് സോൻമാർഗിലേക്കുള്ളത്. പകുതി വഴിക്ക് വെച്ച് തന്നെ മഞ്ഞ് മൂടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഏതായാലും പോകാൻ പറ്റുന്ന അത്രത്തോളം പോയിട്ട് നമ്മൾ തിരിച്ചു വരും. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. സ്റ്റാർട്ട്. ഈ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മരങ്ങളൊക്കെ ചിനാർ മരങ്ങളാണ് കേട്ടോ. ഏതായാലും നമ്മൾ പോകുന്ന വഴിക്ക് അടിയിൽ വലിയൊരു ഗുഹ ആയിട്ടുള്ള ഒരു ചിനാർ മരം കാണുന്നുണ്ട്. നമുക്കൊന്ന് നിർത്തി നോക്കാം. കശ്മീരിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള പ്രകൃതി ഭംഗിയുടെ ഒരു നല്ല പങ്കും ചിനാർ മരങ്ങളാണ്. അപ്പോൾ ആ മരങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ചിനാർ മരങ്ങൾ മുറിക്കുന്നതിനൊരു ബാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല, എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു ചിനാർ മരം മുറിക്കേണ്ടി വരികയാണെങ്കിൽ ഒരു മരത്തിന് പകരം 5 ചിനാർ തൈകൾ നട്ടുപിടിപ്പിച്ചാൽ മാത്രമേ അത് മുറിക്കാനുള്ള ഒരു പെർമിറ്റ് നമുക്ക് കിട്ടുള്ളൂ. ഏതായാലും ഇതിൻ്റെ ചോട്ടിൽ ആരോ തീ ഇട്ടതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ഗുഹ ഇവിടെ ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഈ വശങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും തീ പിടിച്ചിട്ടാണെങ്കിലും നല്ല ഭംഗിയുണ്ട് ഈ ഒരു മരം കാണാനായിട്ട്. നമുക്ക് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. എനിക്ക് ഈ ഹൈവേ തന്നെ പോയിട്ട് ബോറടിക്കുന്നുണ്ട്. നമ്മളെ വലത്തെ സൈഡിലായിട്ട് ചെറിയൊരു വില്ലേജ് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു വഴി ആ ഒരു വില്ലേജിലേക്കുള്ളതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് ചെറിയൊരു ഡീടൂർ എടുത്ത് നോക്കാം. അങ്ങനെ ചെറിയൊരു ഓഫ് റോഡിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് കുട്ടികൾ കളിക്കുന്ന ചെറിയൊരു ഗ്രൗണ്ടിൻ്റെ സൈഡിലാണ് നമ്മൾ എത്തിയത്. എന്നെ കണ്ടതും കുട്ടികൾ കൂടി ക്യാമറയൊക്കെ കണ്ടപ്പോൾ അവർക്കും ഒരു കൗതുകം. ഏതായാലും ഈ ഗ്രാമം കാണാൻ വേണ്ടി ചുമ്മാ ഇങ്ങോട്ട് കയറിയാന്ന് പറഞ്ഞപ്പോൾ അതിൽ 2-3 കുട്ടികൾ നമ്മുടെ കൂടെ ഈ ഗ്രാമം നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി വരാൻ തയ്യാറായിട്ടുണ്ട്. आपका नाम क्या है भाई? मेरा नाम असलम. असलम. और आप? फिरदौस. आप भाई भाई है? मसर भाई है. കസിൻ. അച്ഛാ അച്ഛാ അച്ഛാ. ഈ വയൽ പ്രദേശങ്ങളിൽ ഇവർ പിന്നെ നമ്മളെ കോണ് അതേപോലെ റൈസ് ഇതൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. മഞ്ഞുകാലത്ത് കാലികൾക്ക് കൊടുക്കാനായിട്ട് പുല്ല് ശേഖരിച്ച് വെച്ചതും അതുപോലെ പല പല ഗ്രാമീണ കാഴ്ചകളാണ് ഞാനിവിടെ കണ്ടത്. ഒക്കെ നല്ല ഭംഗിയായിരുന്നു. നമുക്ക് ഏതായാലും ഈ വില്ലേജിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമ്മൾ ചുമ്മാ ഇതേപോലെ ഒന്ന് നടന്ന് കാണാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങോട്ട് വന്നത്. ഇതൊരു ഫോറസ്റ്റ് സൈഡിലുള്ള ലാൻഡാണ്. അപ്പോൾ ഇവിടെ കരടി അതേപോലെ ലെപ്പേഡൊക്കെ ഇറങ്ങുന്ന കേസുകൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഈ സ്ഥലം ഒറ്റയ്ക്ക് ഇങ്ങനെ ചുറ്റി നടക്കാൻ അത്ര സേഫ് അല്ല എന്നാണ് ഇവിടുത്തെ ആൾക്കാരുടെ അഭിപ്രായം. ഏതായാലും ഒരു 20-25 മിനിറ്റ് നമ്മൾ ഇതിലേക്ക് നടന്നു. ഇവിടുത്തെ മരവും മണ്ണൊക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ വീടുകളും അതേപോലെ കുറച്ച് നല്ല കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ചു. ഇനി പതുക്കെ ഞാൻ എൻ്റെ ബൈക്ക് നിർത്തിയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ച് നടക്കുകയാണ്. പിന്നെ ഇതൊരു ഗുജർ കമ്മ്യൂണിറ്റിയുടെ ഒരു വില്ലേജാണ്. ഗുജേഴ്സ് ആരാണെന്ന് ഞാൻ മുമ്പേ നമ്മുടെ ഷെപ്പേർഡ് ലൈഫ് എന്നൊരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഗുജറികളുടെ ഒരു പെർമനൻറ്റ് വീടുകളുള്ള അവരുടെ ഒരു വില്ലേജിലൂടെയാണ് നമ്മൾ ഇത്രയും നേരം നടന്നത്. ഏകദേശം സൺസെറ്റ് ടൈം ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചു പോകാൻ ടൈമായി. പക്ഷെ നമ്മുടെ വണ്ടിയിൽ ഫ്യൂവൽ വളരെ കുറവാണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 5 കിലോമീറ്റർ കൂടി മുമ്പോട്ട് പോയ ഒരു പമ്പ് ഉണ്ടെന്നാണ് നമ്മുടെ മാപ്പ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയി പെട്രോൾ അടിച്ചിട്ട് തിരിച്ചു പോകാം.
भाई कोई पेट्रोल पंप है आगे? आगे नहीं, पेट्रोल नहीं है। जस्ट अभी आया लेकिन इसके पास पेट्रोल नहीं है, अभी पहुंचा नहीं। अच्छा, अभी दूसरा पंप किधर है? दूसरा पंप तो है ही नहीं। पंप नहीं? अभी 4-5 किलोमीटर आगे मिल सकता है, दुकान वाले से मिल सकता अच्छा अच्छा। है। आपको जाना कहाँ तक है? नहीं, मैं अभी वापस जा रहा है श्रीनगर। बस रास्ते में तो आपको दुनिया भर के पेट्रोल पंप मिलेगा। इसमें उतना नहीं है, ये 10-15 किलोमीटर जाएगा। 15 किलोमीटर तो आप घुंड में डाल सकते हो, घुंड में भी कुलन में भी। സോൻമാർഗ് എത്തുന്നതിൻ്റെ ഏകദേശം 10 കിലോമീറ്റർ മുമ്പേ വരെ പോയിട്ടാണ് നമ്മളിപ്പോൾ തിരിച്ചു വരുന്നത്. അവിടെ ആകെ ഉണ്ടായിരുന്ന ഒരു പെട്രോൾ പമ്പിൽ പെട്രോളില്ല. പിന്നെ വണ്ടിയാണെങ്കിൽ ഇനി അധിക ദൂരം ഓടില്ല. അപ്പോൾ കുറച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാലുള്ള ഗ്രാമത്തിലെ ചില കടകളിലൊക്കെ പെട്രോൾ കുപ്പിയിൽ വിൽക്കലുണ്ട് എന്നാണ് അവിടെ നിന്ന് ഒരാൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കടയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. पेट्रोल कितना है 1 लीटर को? 120। अब 3 लीटर दीजिए। कैसे डालेगा वो है? ഏകദേശം 15 രൂപ അധികം ചാർജ് ചെയ്തിട്ടാണ് ഇവിടുത്തെ കടക്കാർ പെട്രോൾ വിൽക്കുന്നത്. 1 ലിറ്റർ തികച്ചില്ല, അല്പം കുറവാണല്ലോ. കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഏതെങ്കിലും ഒരു പമ്പിൽ പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആളുകളെല്ലാം കൂടെ അടുത്ത പമ്പിലേക്ക് പോകും. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ പരിസരത്തുള്ള പമ്പുകളിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിയിലെ പമ്പുകളിലൊക്കെ പെട്രോൾ തീരാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഏകദേശം സിറ്റി ഏരിയ എത്താൻ വേണ്ടിയുള്ള 3 ലിറ്റർ പെട്രോളാണ് ഞാൻ മേടിച്ചത്. അങ്ങനെ പെട്രോളൊക്കെ അടിച്ച് തിരിച്ചു പോകുമ്പോഴാണ് സൈഡിലുള്ള പുഴയിലേക്ക് ബൈക്കുമായിട്ട് അങ്ങോട്ട് ഇറങ്ങാനുള്ള ഒരു ഗ്യാപ്പ് ഞാൻ കണ്ടത്. അപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല, വേഗം സൈഡാക്കി വണ്ടി തിരിച്ചു. നമുക്ക് ഈ ഒരു പുഴയുടെ അടുത്ത് പോയി ഒന്ന് മുഖം കഴുകാം തണുത്ത വെള്ളത്തിൽ. നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം കാണാൻ. ഇതേതോ ആൾക്കാരുടെ കൃഷി സ്ഥലമാണ് കേട്ടോ. ഞാൻ അനധികൃതമായിട്ടിപ്പോൾ ഇതിൽ നടക്കുകയാണ്. മുകളിൽ നിന്ന് ഐസ് മെൽട്ടായി വരുന്ന വെള്ളമാണ്. അതാണ് വെള്ളത്തിന് ആ ഒരു നീല അല്ലെങ്കിൽ ആ ഒരു ടീൽ കളറില്ലേ അത്. നമ്മൾ മുഖം കഴുകിയതിൽ കൈ ആകെ വീണ്ടും തണുത്തുപോയി. ഏതായാലും അത്രയേ ഉള്ളൂ ഇവിടെ കാണാൻ. നമുക്കിനി തിരിച്ചു പോകാനുള്ള പരിപാടി നോക്കാം. പിന്നെ ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ, ഇതിവിടെ സമ്മർ ടൈമിൽ വെള്ളം കൂടും. അപ്പോൾ ആ സമയത്ത് വെള്ളത്തിൽ ഒഴുകി വരുന്ന തുണി, പ്ലാസ്റ്റിക് ഒക്കെ കുടുങ്ങി കിടക്കുന്നതാണ്. ഏതായാലും ഒരുപാടുണ്ട്. സൂര്യൻ അവിടെ അസ്തമിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നേരം വൈകി കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും. രാത്രിയാകുമ്പോൾ നല്ല തണുപ്പായിരിക്കും, ബൈക്ക് ഓടിക്കൽ വളരെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇനി വ്ളോഗ് എടുക്കുന്നത് നിർത്തിയിട്ട് ശ്രീനഗർ പിടിക്കാൻ നോക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതൊരു ആഷിഖ് അസീം സൈനിങ് ഔട്ട്. Everything is fine. Everything is going like as I wanted. Look at it. Huh? Look at it. What is the meaning of that? How are the people treating How you? are the people treating me? Okay. What is the? How can I say that? Look. Look at it. Look at it. Look at it. How are the people here? How are the people here? Okay. Look at it. Okay. So how can I ask someone how are the people from Kerala? How are the people from Kerala? Ah. In Kashmiri. So Kerala-like Kerala look at it. kitch. Kerala-like look kitch. Kerala Look look kit. ch. Kit. It's difficult. I think. It's very difficult. Yeah.